നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, 2026 നിരവധി ഡിഗ്രി ലെവൽ നോട്ടിഫിക്കേഷനുകളുടെ എക്സാമുകൾ നടക്കാനുണ്ട്. അപ്പോൾ ഈ ഒരു വർഷം 2025 ലാസ്റ്റ് ആയിട്ടും 2026 ആദ്യമായിട്ടും ഒക്കെ നിരവധി ഡിഗ്രി ലെവൽ പരീക്ഷകളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. അതായത് ഡിഗ്രി ലെവൽ പരീക്ഷകൾ എന്ന് പറയുമ്പോൾ അത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജോലി അല്ലേ, നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള ജോലി. അപ്പോൾ നിരവധി അവസരങ്ങളാണ് നിങ്ങളുടെ മുൻപിലേക്ക് വരാൻ പോകുന്നത്. ആ അവസരങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സാലറി എത്രയാണ്? അത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും, ഇപ്പം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണെങ്കിൽ ആ കമ്പനി ബോർഡ് അസിസ്റ്റന്റിൽ തന്നെ കുറെ അധികം ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട് അല്ലേ. KSFE ഉണ്ട്, അതേപോലെ KSEB ഉണ്ട്, അതേപോലെ തന്നെ നമ്മുടെ ഹെഡ് ലോഡ് വർക്കേഴ്സ് ഉണ്ട്. അങ്ങനെ പല തരത്തിലുള്ള ഇപ്പൊ 2 നോട്ടിഫിക്കേഷനുകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരിക. അതേപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഉണ്ട്, സബ് എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്, SBCAD ഉണ്ട്, അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഉണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ സാലറി എത്രയാണ്? അതായത് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സാലറി എന്താണ്? പ്രത്യേകിച്ച് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണ് അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ളത്. അപ്പോൾ നമുക്ക് ആ സാലറി അറിഞ്ഞ് തന്നെ പഠിക്കാം. നിങ്ങൾക്കൊരു മോട്ടിവേഷൻ കിട്ടും. കാരണം എന്താ, എനിക്ക് ഇത്രയും സാലറി കിട്ടാൻ പോവുകയാണ്, ഞാൻ അതിനു വേണ്ടിയിട്ടാണ് പ്രയത്നിക്കാൻ പോകുന്നത് എന്നുള്ളൊരു മോട്ടിവേഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് നേരെ പോകാം മക്കളെ. ഇതാ നോക്കിക്കോളാം, ഇത് 2022 എന്ന കാറ്റഗറി നമ്പറിൽ വന്നിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ ലിസ്റ്റാണ്. നമുക്കറിയാം 2 നോട്ടിഫിക്കേഷനുകളാണ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വരിക. അതിൽ ഒന്നാമത്തെ ലിസ്റ്റാണ് ഈ പറയുന്ന 26/2026 കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രധാനമായിട്ടും ഗ്രേഡ് 1 കാറ്റഗറിയിൽ പെടുന്ന ഗവൺമെന്റിന് അത്യാവശ്യം പ്രോഫിറ്റ് കൊണ്ടുപോയി കൊടുക്കുന്ന കമ്പനികളാണ് ഇവിടെ വരിക, കോർപ്പറേഷനുകളാണ് ഇവിടെ വരിക. 26/2026 എന്ന് പറയുന്ന ഒരു നോട്ടിഫിക്കേഷനിൽ വരിക. ഏതൊക്കെയാ അത്? കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ എന്റർപ്രൈസ്, KSFE അല്ലെ, KSFE വരുന്നുണ്ട്. അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് KSEB അവിടെ ഉൾപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, നമ്മുടെ KMML ഒക്കെ അവിടെ ഉൾപ്പെടുന്നുണ്ട്, KMML. അതേപോലെ കേരള സ്റ്റേറ്റ് കാഷ്യൂ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, മലബാർ സിമന്റ്സ്, കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷൻ, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ്, കേരള ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് കോർപ്പറേഷൻ, ഇങ്ങനെ പല, കെൽട്രോൺ ഉണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ വരുന്നുണ്ട്, ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട്. ഇത് ജൂനിയർ അസിസ്റ്റന്റ്, കാഷ്യർ, അസിസ്റ്റന്റ് ഗ്രേഡ് 2, അതേപോലെ തന്നെ ക്ലർക്ക് ഗ്രേഡ് 1 പോസ്റ്റുകളാണ് വരിക. ഈ ഒരു നോട്ടിഫിക്കേഷൻ അതിൽ പ്രധാനമായിട്ടും ഗവൺമെന്റിന് അത്യാവശ്യം പ്രോഫിറ്റ്ഫുൾ ആയിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ അല്ലേ? കൂടുതൽ നിയമനങ്ങൾ നടക്കാൻ പോകുന്നത് ഈ ഒരു ലിസ്റ്റിൽ നിന്നാണ്. ഈ ഒരു ലിസ്റ്റ് പ്രകാരമാണ്. നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് പ്രകാരവും കൂടുതൽ നിയമനങ്ങൾ എവിടെ നടന്നേ? ഏതാണ്ട് 1400-നടുത്ത്, 1300 സംതിങ്, 1400-നടുത്ത് അഡ്വൈസുകൾ ഈ ഒരു ലിസ്റ്റിൽ നിന്ന് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ സാലറി ഇവിടെ പറഞ്ഞേക്കുന്നുണ്ടോ? സ്കെയിൽ ഓഫ് പേ ആസ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ പോസ്റ്റ് ബൈ ദ കമ്പനി കോർപ്പറേഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ പറയുന്ന ഓരോ ബോർഡുകൾക്കും അല്ലെങ്കിൽ ഓരോ കമ്പനികൾക്കും ഓരോ കോർപ്പറേഷനുകൾക്കും അവര് നിശ്ചയിച്ചിട്ടുള്ള രീതിയിലാണ് സാലറി കിട്ടുക. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ അല്ല അല്ലെ, പലർക്കും പല രീതിയിലാണ് എന്ത് കിട്ടാൻ പോകുന്നത്, സാലറി കിട്ടാൻ പോകുന്നത്. നമുക്കൊന്ന് പരിശോധിച്ചാൽ ഇവിടെ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഉണ്ട് മക്കൾ. ഇത് നമ്മളുടെ നിലവിൽ ജോലി ചെയ്യുന്ന ഈ ഒരു KSFEയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യുന്ന കിട്ടാവുന്ന ഡേറ്റകൾ കളക്ട് ചെയ്തിട്ടുള്ള, കിട്ടാവുന്ന ഡേറ്റകൾ കളക്ട് ചെയ്ത് സമീകരിച്ച ഒരു ഡേറ്റയാണ് പറയുന്നത്. കേരള സ്റ്റേറ്റ്, ഇത് പലർക്കും വേരി ചെയ്യും, നിങ്ങൾ എല്ലാവരും വന്ന് താഴെ കമന്റ് ചെയ്യേണ്ട. ഇതിലും കൂടിയ തുകയൊക്കെയാണ് ഞാൻ അറിഞ്ഞത്, പക്ഷേ എന്ത് ചെയ്തിട്ടില്ല, ഞാൻ കുറച്ചാണ് പറയുന്നത്. ഇതിൽ കൂടിയ എമൗണ്ട് ഒന്നും ഞാൻ ഇവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. കാരണം ഒരു എക്സാഗുറേഷനിലേക്ക് പോകണ്ട, ഒരു എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു വിവരം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പം KSFE ആണ് എങ്കിൽ ഏതാണ്ട് 46,000-ലധികം ഞാൻ സംസാരിച്ച അധികം ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. അതായത് അവരുടെ പേ സ്കെയിൽ ഏതാണ്ട് 46,000-ലധികമാണ്. അതായത് ബേസിക് പേ തന്നെ ഏതാണ്ട് 46,000-ഓളം രൂപ എന്ത് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. ഇതിന്റെ കൂട്ടത്തിൽ HRAയും അലവൻസും ഏതാണ്ട് 47% ഡിയർനെസ് അലവൻസ് കിട്ടുന്നുണ്ട്, പിന്നെ HRA കിട്ടുന്നുണ്ട്, ഇതേപോലെയുള്ള അഡീഷണൽ അലവൻസുകളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അവർ പറഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ ഏകദേശം ഒരു 48,000, ചിലർക്ക് 50,000 റേഞ്ച് വരെയൊക്കെ എന്ത് പോകും, സാലറി പോകും. പക്ഷെ അത്രയും ഒന്നും കയറ്റി പറയേണ്ട, നിങ്ങൾ ഒരു 46,000 പ്ലസ് എന്ത് ചെയ്തു മനസ്സിൽ വെച്ചു. അത്രയും സാലറി കയ്യിൽ കിട്ടുന്ന ജോബ്, എല്ലാ അഡീഷൻസ് കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, ബേസിക് പേ ആയിട്ടല്ല. ഓക്കെ, അപ്പൊ ആ അഡീഷൻസ് ഒക്കെ കൂട്ടി 46,000 രൂപ എന്ത് കിട്ടുന്ന ഡിഗ്രി ലെവലിൽ സാലറി കിട്ടാവുന്ന ഒരു പോസ്റ്റാണ് KSFE അസിസ്റ്റന്റ്. ഇനി അത് KSEBയിലേക്കാണ് വരുന്നതെങ്കിലോ അവിടെയും ഏകദേശം 35,000 അധികം സാലറി കിട്ടും, അല്ലെങ്കിൽ 35,000-ലധികം സാലറിയാണ് കിട്ടുന്നത്. ഇവിടെ സാലറി KSFEയെക്കാട്ടിൽ കുറവാണെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ KSEB ആണ് എങ്കിൽ 6 മാസമൊക്കെ പ്രൊബേഷൻ പീരീഡ് കഴിയുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും,
പ്രൊമോഷന് വേണ്ടിയിട്ട് എക്സാം എഴുതാനായിട്ട് പറ്റും. ഡിപ്പാർട്ട്മെന്റൽ എക്സാം എഴുതി പ്രൊമോഷൻ കിട്ടും. സാധാരണ KSFE ഒക്കെ ആണെങ്കിൽ എന്ത് വരത്തില്ല, ഈ പ്രൊമോഷൻ എക്സാം പോലും നേരെ വരത്തില്ല. കാരണം എന്താ, അവിടെ സീനിയർ ഗ്രേഡിലുള്ള ആൾ കുറവായതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, പ്രൊമോഷനൊക്കെ നടക്കും, അവിടെ എക്സാം തന്നെ വരത്തില്ല. KSFEയുടെ കേസിൽ 6 മാസമേ ഉള്ളൂ. ബാക്കിയെല്ലാം മിക്കവാറും ഒക്കെ 1 വർഷത്തെ പ്രവേശൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, എക്സാമുകൾ എഴുതി തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. അതായത് പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള എക്സാമുകൾ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 35,000 ആണ് സാലറി എങ്കിലും പിന്നീട് എന്ത് ചെയ്യും, വളരെ വേഗത്തിൽ പ്രൊമോഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ സാലറിക്ക് എന്ത് ചെയ്യും, മാറ്റം ഉണ്ടാകും, കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി KMML ആണെങ്കിലോ അവിടെ ഞാൻ അറിഞ്ഞത് വെച്ചിട്ടാണെങ്കിൽ 50,000 മുകളിൽ കിട്ടണം, പോട്ടെ, കുഴപ്പമില്ല, അവിടെ ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പോട്ടെ, അതൊന്നും വിട്ടേക്ക്. 48,000-ലധികം സാലറി കിട്ടാനായിട്ട് സാധ്യതയുള്ളതാണ് KMML എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 സാധനം, അതായത് ഞാൻ ഇപ്പൊ പറഞ്ഞ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഇപ്പൊ പറയുന്ന കാറ്റഗറി പ്രകാരമുള്ള നോട്ടിഫിക്കേഷൻ പ്രകാരം സാലറി അത്യാവശ്യമുണ്ട്. എന്നിരുന്നാലും ഇതിൽ നിന്ന് ഏതാണ്ട് ഒരു 35,000-ലധികം രൂപ മിക്കവാറും എല്ലാ പോസ്റ്റുകൾക്കും കിട്ടാവുന്നതാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റ്. ഞാൻ ഇപ്പൊ പറയുന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം 35,000-ലധികം കിട്ടാം. ഇനി ഒരു നോട്ടിഫിക്കേഷൻ കൂടി ഈ പറയുന്ന അസിസ്റ്റന്റ് ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. നിലവിൽ ഞാൻ പറയുന്നത് വെച്ചിട്ട് KSFE ഒക്കെ ഉൾപ്പെടുന്നത് വെച്ചിട്ട് ഏതാണ്ട് 35,000-ലധികം അഷ്വേർഡ് ആയിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. ഇവിടെ കെൽട്രോണിൽ ഒന്ന് കുറയാൻ സാധ്യതയുണ്ട്. കെൽട്രോൺ എന്ന് പറയുന്ന സ്ഥലത്തൊന്ന് കുറയാൻ സാധ്യതയുണ്ട്. അത് അവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് ഡിപ്പെൻഡബിൾ ആയിട്ട് മാറിയേക്കാം. അപ്പോൾ അതിലൊരു കുറവ് കാണാൻ സാധ്യതയുണ്ട്. ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും 35,000-ലധികം സാലറിയിലേക്ക് പോകാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, ഇത് ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആ ഒരു രീതിക്ക് ഇതിനെ കാണണം. ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതിന്റെ സാലറിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. വേരിയേഷൻ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അപ്പം ആ ഒരു കാര്യം നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്ത് വെറുതെ ബുദ്ധിമുട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കാര്യം നിങ്ങളോട് മെൻഷൻ ചെയ്ത് പറയുന്നത്. ഈ ഒരു സാലറി ഞാൻ നമ്മളുടെ ജോലി ചെയ്യുന്ന കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ഒരു റേഞ്ച് സാലറിയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇതിൽ കൂടുതലും ഞാൻ കേട്ടു, പക്ഷെ അതൊന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി മറ്റൊരു റാങ്ക് ലിസ്റ്റ്, അതായത് മറ്റൊരു ലിസ്റ്റ് എന്ന് പറയുന്നത് 653/2021. ഇത് സാധാരണ കുറച്ച് എന്ത് കുറയുന്ന, സാലറി ഒക്കെ കുറയുന്ന എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് പ്രോഫിറ്റ് കുറച്ച് കൊണ്ടുവരുന്ന കുറച്ച് നിയമനങ്ങൾ മാത്രം നടക്കുന്ന, ഏതാണ്ട് ഇതിനകത്ത് 600 അല്ലെങ്കിൽ 720 വേക്കൻസികളെങ്ങാണ്ടാണ് നിലവിൽ, അല്ലെ 720 വേക്കൻസികളെങ്ങാണ്ടാണ് നിലവിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. ഇതിന്റെ പേര് ജൂനിയർ അസിസ്റ്റന്റ് ഗ്രേഡ് 2 എന്നാണ്. KSRTC, കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് ബോർഡ്, കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ SC/ST, അതേപോലെ തന്നെ ആർട്ടീഷ്യൻസുമായി ബന്ധപ്പെട്ട ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ, അതേപോലെ തന്നെ നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ്, ഇതുപോലെ ഹെഡ് ലോഡ് വർക്കേഴ്സ്, ഇതേപോലെയുള്ള വിവിധ ബോർഡുകൾ വരുന്നതാണ് ഇവിടെ ഈ പറയുന്ന രണ്ടാമത്തെ കാറ്റഗറി. ഇവിടെ താരതമ്യേന ഗവൺമെന്റിന് പ്രോഫിറ്റ് കുറവായിരിക്കും കിട്ടുക. ഇവിടുത്തെ സാലറിയും എന്താണ് ഇവർ പറയുന്നത്, നോട്ടിഫൈഡ് ഓരോരോ സ്ഥാപനത്തിനനുസരിച്ച് മാറും. ഇവിടെ കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് ആണെങ്കിൽ മിനിമം 32,000 രൂപ കിട്ടാൻ സാധ്യതയുണ്ട്. കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് ആണെങ്കിൽ ഒരു 32,000 രൂപ എന്താണ് കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഫാർമസ്യൂട്ടിക്കൽ ആണെങ്കിലോ അവിടെയും ഒരു 30,000 പ്ലസ് എന്ത് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്, കിട്ടാനായിട്ട് സാധ്യതയുണ്ടെന്ന് ഓർത്തേക്കാം. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ SC/ST ഒക്കെ ആണെങ്കിൽ നല്ല സാലറി കിട്ടാനായിട്ട് സാധ്യതയുള്ള പോസ്റ്റുകളാണ്. അങ്ങനെ പലതിലും പല ബോർഡുകളും നല്ല ബോർഡുകളാണ്. എന്നാലും ഞാൻ ഇവിടെ ഒരുപാട് കയറ്റി പറയുന്നില്ല. 25,000 പ്ലസ് സാലറി ഇവിടെ നിന്ന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. മിക്കവാറും എല്ലാ പോസ്റ്റുകൾക്കും 25,000 പ്ലസ് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഡിഗ്രി ലെവലിലെ KSFE അസിസ്റ്റന്റ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ലിസ്റ്റിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് കഴിയുക. ഓക്കെ അല്ലേ? ഇനി നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിലേക്ക് വന്നാലോ. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആണെങ്കിൽ ലാസ്റ്റ് 486/2022 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൽ നമ്മുടെ 11/3/2024 വന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം 39,300 തൊട്ട് 83,000 വരെയാണ് സാലറി. 39,300 തൊട്ട് 83,000 രൂപയാണ് സാലറി. ഇത് ഞാൻ പറയുന്നത് ബേസിക് പേ ആണ്, അല്ലെ? ഇത് ഞാൻ പറയുന്നത് എന്താണ്, ഇത് ബേസിക് പേ ആയിട്ട് തന്നെ കണക്കാക്കാം. ഓക്കെ, ഇത് ബേസിക് പേ ആയിട്ട് തന്നെ കണക്കാക്കാം. 39,300 തൊട്ട് 83,000 രൂപ വരെയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സാലറി. ഇനി നേരെ നമ്മൾ കാറ്റഗറി 17/2025 SBCIDയിലേക്കാണ് വരുന്നതെങ്കിൽ ഇവിടെ 31,100 തൊട്ട് 66,800 വരെയാണ് സാലറി എന്ന് കാണാൻ പറ്റും. ഓക്കെ അല്ലടാ, 31,100 തൊട്ട് 66,800. ഇപ്പൊ ലാസ്റ്റ് വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പേ സ്കെയിലാണ് 31,100 തൊട്ട് 66,800 വരെ സാലറി. ഇനി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടർ ആണ് നോക്കുന്നതെങ്കിലോ, എക്സൈസ് ഇൻസ്പെക്ടർ ആണെങ്കിൽ ലാസ്റ്റ് വന്ന റാങ്ക് ലിസ്റ്റ് 2023 12 മാസം 28-ാം തീയതി വന്ന റാങ്ക് ലിസ്റ്റ് പ്രകാരം 30,700 തൊട്ട് 65,400 വരെയാണ്. ഓക്കെ, 30,700 തൊട്ട് 65,400 വരെയാണ്. പക്ഷേ ഇവിടെ ഏതാണ്ട് 37,400 ഒക്കെ ബേസിക് പേ ആയിട്ട് പോകുന്നുണ്ട്.
എന്നും അറിയാൻ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഇവിടെ സാലറി വരിക. ഇനി സബ് ഇൻസ്പെക്ടറിന്റെ കേസാണെങ്കിലോ സബ് ഇൻസ്പെക്ടറിന്റെ കേസിലാണെങ്കിൽ സാലറി എങ്ങനെ വരും? അത് 45,600 ആ ഒരു റേഞ്ചിലാണ് ഇത് വരിക, സാലറി വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഡിഗ്രി ലെവലിൽ ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പോസ്റ്റുകളുടെ സാലറി ഡീറ്റെയിൽസ് എന്ന് പറയുക. അപ്പം അത്യാവശ്യം നല്ല സാലറി കിട്ടാൻ സാധ്യതയുള്ളൂ. അത് നിങ്ങൾ പഠിച്ചാൽ അത്യാവശ്യം നിയമനങ്ങൾ നടക്കാനുണ്ട്, അതേപോലെ തന്നെ അത്യാവശ്യം സാലറിയും നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന പോസ്റ്റുകൾ അടങ്ങുന്ന, ചിലതിനൊക്കെ സാലറി കുറവാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ നിയമനം നടക്കുന്ന KSB പോലുള്ളിടത്തൊക്കെ നല്ല സാലറിയാണ് കിട്ടാനായിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് സാധ്യതയുള്ള ഒരു എക്സാം തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അതിനുള്ള അവസരങ്ങളാണ് നിങ്ങളുടെ മുൻപിലുള്ളത്. ഒരൊറ്റ എക്സാമിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യും, അതായത് ഒരു എക്സാം മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേ അധികം ജോലികളിലേക്ക് കയറാനായിട്ട് പറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന പോസ്റ്റിന് വേണ്ടിയിട്ട് നമ്മളൊരു ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത, ഇതിൽ കൃത്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉണ്ടാവും. ദെൻ നിങ്ങൾക്ക് UPSC മോഡൽ ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെയുള്ള എക്സാമുകൾ ഉണ്ടാവും, അതേപോലെ നോട്ടുകൾ ഉണ്ടാവും, അമൽ സാറിന് നേതൃത്വത്തിലുള്ള മെന്റർഷിപ്പ് സെഷനുകൾ കാണും, പ്രാക്ടീസ് ടെസ്റ്റുകൾ കാണും, അതേപോലെ ടെലഗ്രാം ഗ്രൂപ്പിന്റെ സപ്പോർട്ട് കാണും. ഇത്തരത്തിൽ എല്ലാം ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി സെക്ടറാണ്, അല്ലെങ്കിൽ ഒരു സെക്ഷനാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ബാച്ചിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഇതൊരു ലോങ് ടേം ബാച്ചാണ്. അതായത് ഇപ്പോൾ തുടങ്ങി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അടുത്ത പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് കഴിഞ്ഞ് ഇന്റർവ്യൂ ഉള്ള പോസ്റ്റുകൾക്കാണെങ്കിൽ ഇന്റർവ്യൂ വരെ കഴിയുന്നത് വരെയുള്ള സപ്പോർട്ട് നമ്മൾ ഈ ഒരു ബാച്ചിൽ തരും. അതിനേക്കാൾ ഉപരിയായിട്ട് ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത, നിങ്ങൾക്ക് സമയത്തെ കൃത്യമായിട്ട് വിനിയോഗിച്ച് ഇപ്പോൾ തന്നെ പോകാൻ, ഒരു അടുക്കും ചിട്ടയോടെയും പഠിച്ച് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒരു ബാച്ചായിരിക്കും ഈ ഒരു ബാച്ച്. അപ്പം നിലവിൽ ഈ ഒരു ബാച്ചിന്, അതായത് ഇന്ന് ഈ ഒരു ബാച്ചിന് 10% ഡിസ്കൗണ്ട് ഉണ്ട്. അതായത് 4,999 രൂപയാണ് ബാച്ചിന്റെ ഫീസ്. ഇത് 4,499 രൂപയ്ക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം നേടാൻ പറ്റും കേട്ടോ. അതായത് 500 രൂപയുടെ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ഇപ്പോഴുണ്ട്. ഈ ഒരു ഡിസ്കൗണ്ട് നിങ്ങൾ എത്രയും വേഗം എന്ത് ചെയ്യുക, ഒന്ന് പ്രയോജനപ്പെടുത്തുക കേട്ടോ. കാരണം എന്താണ്, ഈ ഒരു ഓഫർ ഇന്നുകൂടി മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ഈ ഒരു ഓഫർ പ്രയോജനപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ 500 രൂപ ഡിസ്കൗണ്ടിൽ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ എത്രയും വേഗം എന്ത് ചെയ്യുക, ഈ ഒരു നമ്പറിലേക്ക് വിളിക്കുക, 8281223366 എന്ന് പറയുന്ന നമ്പറിലേക്ക് വിളിക്കുക, ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഒരു ഗൂഗിൾ ഫോം ഉണ്ടാകും, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്തേക്കാം. അവസരങ്ങൾ എപ്പോഴും നിങ്ങളെ തേടി വരില്ല. വരുന്ന അവസരങ്ങളെ നിങ്ങൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുക മാത്രമേ ഉള്ളൂ. ആരും നിങ്ങളുടെ കയ്യിലേക്ക് ഒരവസരങ്ങളും വെച്ച് തരുന്നില്ല. എല്ലാവർക്കും തരുന്ന അവസരങ്ങൾ നിങ്ങൾക്കും തരും. ആ അവസരത്തെ കണ്ട് പ്രയോജനപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ആ അവസരങ്ങളുടെ ആദ്യ പക്ഷത്ത് നിങ്ങളെത്തും. അല്ല എങ്കിൽ വീണ്ടും എന്ത് ചെയ്യും? അവസരങ്ങൾ തേടി അലഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരമൊരവസ്ഥ എൻ്റെ മക്കളെ നിങ്ങൾക്കുണ്ടാവരുത്. എത്രയും വേഗം പഠിച്ചു തുടങ്ങാം, അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ആദ്യം തന്നെ ലിസ്റ്റിൽ ഇടം പിടിക്കാം, ആദ്യം തന്നെ ജോലി വാങ്ങിച്ച് സന്തോഷത്തോടെ ജീവിക്കാം. താങ്ക് യു സോ മച്ച്.